ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജനസംഖ്യാ ദിന ക്വിസാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 70ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കില്ലേ. ശരിയുത്തരം അയക്കുന്നവരുടെ പേരുകൾ നാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ഉത്തരം ജൂലൈ 11. ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1990 ജൂലൈ 11. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം ജോൺ ഗ്രാൻഡ്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ഡെമോഗ്രഫി. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? ഉത്തരം 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്ന വർഷം ഏത്? ഉത്തരം 2011. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഏത്? ഉത്തരം 1872. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഡെമോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം ജനങ്ങൾ. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രാഫി എന്നതിന്റെ അർത്ഥം എന്ത്? ഉത്തരം വരക്കുക. ഇന്ത്യൻ ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 2000 മെയ് 11. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് എന്ന്? ഉത്തരം 1951. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ്. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ലോക ജനസംഖ്യാ ദിനമാണ് ജൂലൈ 11. ദേശീയ ജനസംഖ്യാ ദിനം ഫെബ്രുവരി 9. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം പാലക്കാട് ജില്ല. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. ലോക ജനസംഖ്യാ വർഷമായി UN ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട.
100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത്? ഉത്തരം ഏഷ്യ. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര് എന്ത്? ഉത്തരം ആസ്ത. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സെൻസസ് നടന്ന വർഷം ഏത്? ഉത്തരം 1881. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സെൻസസ് നടന്നത് ആരുടെ കാലഘട്ടത്താണ്? ഉത്തരം റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം മുംബൈ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ഉത്തരം ജാവ ദ്വീപ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏത്? ഉത്തരം തിരുവിതാംകൂർ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ആദ്യകാലത്ത് ചൈനയായിരുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. എന്നാൽ ഇന്ന് ഇന്ത്യ ചൈനയെ മറികടന്നിരിക്കുന്നു. NPRന്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? ഉത്തരം UNDP. UNDPയുടെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഡെമോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം ഗ്രീക്ക് ഭാഷയിൽ നിന്ന്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏത്? ഉത്തരം ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോ ആണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം നാഗാലാൻഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥം ആരുടേത്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റേത്. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര് എന്ത്? ഉത്തരം മതേജ് ഗാസ്പർ. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? ഉത്തരം 1989. ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 15ാമത്തെ സെൻസസ്. സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം ഇടുക്കി ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏത്? ഉത്തരം 2011 സെൻസസ്. ചൈനയിലെ ജനസംഖ്യ ഏത് വർഷത്തിനു ശേഷമാണ് കുറഞ്ഞത്? ഉത്തരം 1961 ശേഷം. ഇന്ത്യയിലെ 2011 സെൻസസിന്റെ ആപ്തവാക്യം എന്ത്? ഉത്തരം അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുടുംബാസൂത്രണത്തിന്റെ ആപ്തവാക്യം എന്ത്? ഉത്തരം നാം രണ്ട് നമുക്ക് രണ്ട്.
ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം ദിബാങ് വാലി, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏത്? ഉത്തരം മഹാരാഷ്ട്രയിലെ താനെ. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ മറ്റൊരു പേര് എന്ത്? ഉത്തരം കാനേഷുമാരി. കാനേഷുമാരിയാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ മറ്റൊരു പേര്. കാനേഷുമാരി എന്ന് പറയുന്ന വാക്ക് പേർഷ്യൻ ഭാഷയിലുള്ള ഒരു പദമാണ്. കാനേഷുമാരി എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം കൗടില്യൻ. UNOയുടെ കണക്കനുസരിച്ച് 2028 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആകുന്നത് ഏത് നഗരം? ഉത്തരം ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം മധ്യപ്രദേശിലെ അലിരാജ്പൂർ ജില്ല. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടി ജനിച്ച സ്ഥലം ഏത്? ഉത്തരം ന്യൂഡൽഹി. അതായത് ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയായ ആസ്ഥ എന്ന് പറയുന്ന കുട്ടി ജനിച്ചത് ന്യൂഡൽഹിയിലാണ്. ലോക ജനസംഖ്യ 800 കോടിയിൽ എത്തിച്ച കുട്ടിയുടെ പേര് എന്ത്? ഉത്തരം വിനിസ് മബൻസാഗ്. ഇനി എന്നാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? ഉത്തരം 2027. ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ഡൽഹി. ലോക ജനസംഖ്യ എത്ര കോടി ആയതിൻ്റെ ഓർമ്മക്കാണ് ജൂലൈ 11 ജനസംഖ്യാ ദിനമായി നാം ആചരിക്കുന്നത്? ഉത്തരം 500 കോടി. ലോക ജനസംഖ്യ 800 കോടി തികഞ്ഞത് എന്നാണ്? ഉത്തരം 2022 നവംബർ 15. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ വൈസ്രോയ് ആര്? ഉത്തരം മേയോ പ്രഭു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം സിക്കിം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ദാദ്ര-നഗർ ഹവേലി. ജനസംഖ്യാ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ SB വായ്ലാൻഡ്. തിട്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന പദം രൂപം കൊണ്ടത്? ഉത്തരം സെൻസറെ എന്ന പദത്തിൽ നിന്ന്. ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം 1927. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയവർ ആര്? ഉത്തരം റോമക്കാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി വർഗക്കാർ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ലക്ഷദ്വീപ്. സെൻസസിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 246. തിരുവിതാംകൂറിലെ
ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആര്? ഉത്തരം ആയില്യം തിരുനാൾ. ഇന്ത്യയിൽ സാക്ഷരതാ ശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ലയായ സർചിപ്പ് ജില്ല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മിസോറാം. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം എന്യൂമാറ്റർ. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം താഴെ കമൻ്റായി അറിയിക്കണേ. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. താങ്ക്